എഴുത്തുകാരി കെ.ആർ. മീര നിരവധി പുസ്തകങ്ങളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു എഴുത്തുകാരിയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ അവർ പറഞ്ഞ ചില പ്രസ്താവനകൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊലക്കുറ്റത്തിൽ തൂക്കുകയറിന് ജില്ലാ കോടതി വിധിച്ച പ്രതിയാണ് ഗ്രീഷ്മ. ഗ്രീഷ്മയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഒരു പൊതുവേദിയിൽ കെ.ആർ. മീര നടത്തുകയുണ്ടായി. പിന്നീട് അത് തള്ളിപ്പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അതല്ല പ്രധാനപ്പെട്ട വിഷയം. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ, ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ, കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആയ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരു പുസ്തകത്തിൽ കെ.ആർ. മീര കുറിച്ച ചില വരികൾ ഇപ്പോൾ വലിയ വിവാദമായി കഴിഞ്ഞിരിക്കുകയാണ്. തീർത്തും ഇടതുപക്ഷ അനുഭാവത്തോടുകൂടി എഴുത്തുകൾ നടത്തുന്ന കെ.ആർ. മീരയെ കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരും അണികളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ രീതിയിലുള്ള എതിർപ്പും പ്രതിഷേധവും അറിയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പാലക്കാട്ടെ എം.എൽ.എ ആയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കുട്ടം ഫേസ്ബുക്കിൽ ഇപ്പോൾ കെ.ആർ. മീരയ്ക്കെതിരായി എഴുതിയിരിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലുമാണ്. കെ.ആർ. മീരയുടെ ആ പുസ്തകത്തിന്റെ ചിത്രമടക്കം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വരികൾ വളരെ വ്യക്തമായി കാണുന്ന ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: തീവണ്ടിയിലെയും ബസ് സ്റ്റാൻഡിലെയും മൂത്രപ്പുരകളിൽ അശ്ലീലം എഴുതുന്ന സാമൂഹ്യ വിരുദ്ധരുടെ സാഹിത്യ ശാഖയ്ക്ക് ദേശീയ അധ്യക്ഷ ഉണ്ടായിരിക്കുകയാണല്ലോ. എത്ര മലീമസമായ ചിന്തകളാണ് ഇവരെ നയിക്കുന്നതെന്ന്. ഗാന്ധി കുടുംബങ്ങളെക്കുറിച്ച് അധമ മനസ്സുകൾ പോലും പറയാൻ അറയ്ക്കുന്ന വൃത്തികെട്ട വാചകങ്ങളാണ് ഇവരിൽ നിന്ന് പുറത്തു വന്നതിലൂടെ വ്യക്തമായത്. അശ്ലീല സാഹിത്യത്തിന് ഇതിലും അന്തസ്സുണ്ട്. അതിന് വായനക്കാരുള്ളതുപോലെ പ്രത്യേകതരം മീരയുടെ ലോകത്താണ് ഇവർ കഴിയുന്നത്. കോൺഗ്രസ് വിമർശനമോ ഗാന്ധി സ്നേഹമോ അല്ല ഇവരുടെ ഉള്ളിലുള്ളതെന്ന് വ്യക്തമാണ്. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ പറ്റി കെ.ആർ. മീര എഴുതിയ ഈ അധിക്ഷേപത്തിന്റെ ലക്ഷ്യത്തിലൊരു അംശം ഈ കൂലി എഴുത്തുകാരി കൂലിക്കെഴുതുന്ന ഏതെങ്കിലും CPM കുടുംബത്തിന് എതിരെ ആരെങ്കിലും എഴുതിയാൽ അവർക്ക് നേരെ സാംസ്കാരിക ഗുണ്ടായിസം നടത്താൻ നേതൃത്വം കൊടുക്കുക ഈ ദുഷിച്ച മനസ്സിന്റെ ഉടമ തന്നെയാകുമായിരുന്നു. ഈ കൂലി എഴുത്തുകാരിയും CPM അടിമയുമായ എഴുത്തിൻ്റെ ആരാച്ചാരെ കേരളം തിരിച്ചറിയട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി ആ പുസ്തകത്തെ പറ്റിയും അതിലെ വരികളെ പറ്റിയും ഒന്ന് പറയാം. ആ പുസ്തകത്തിൻ്റെ പേര് ആ മരത്തെയും മറന്നു ഞാൻ എന്ന പുസ്തകത്തിലെ 23-ാമത്തെ പേജിലാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന തരത്തിലേക്കുള്ള അശ്ലീല എഴുത്തുകൾ നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നു. ആ പുസ്തകത്തിലെ പേജിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയങ്ക ഗാന്ധി രാധിക പകച്ചു, എന്തു പറയണമെന്ന് അറിയാതെ വിഷമിച്ചു. ക്രിസ്റ്റി വളരെ സീരിയസ് ആയി കഥ വിവരിച്ചു. നീ ഇത് വേറെ ആരും അറിയാതെ നോക്കണം, കാരണം നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയെ അറിയില്ലേ? അവൾക്ക് ഒരു ഇറ്റലിക്കാരനുമായുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു. റോബർട്ട് വാദ്രെ ഈ വിവരം അറിഞ്ഞാൽ അവരുടെ ബന്ധം അതോടെ തീർന്നു. അതല്ല യഥാർത്ഥ പ്രശ്നം. പ്രിയങ്കയ്ക്ക് ഒന്നല്ല 10 ഭർത്താക്കന്മാരെ കിട്ടും. പക്ഷേ ഇങ്ങനെയൊരു കഥ പുറത്തു വന്നാൽ കേന്ദ്രത്തിലെ UPA മിനിസ്ട്രി തകരും. രാഹുൽ ഗാന്ധിയെ അടുത്ത പ്രധാനമന്ത്രിയായി വളർത്തി വരികയാണെന്ന് ഓർക്കണം. അതിനിടയിൽ പെങ്ങൾ ചീത്തപ്പേര് കേൾപ്പിച്ചെന്നറിഞ്ഞാൽ തീർന്നില്ലേ ഫസ്റ്റ് ഫാമിലിയുടെ ഗ്ലാമർ? എന്തിനധികം പറയുന്നു, ഒക്കെ എൻ്റെ കഷ്ടകാലം. അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് വേറൊരു പള്ളിയുമില്ലാത്തതുപോലെ കുട്ടിയെ ഇവിടെ തന്നെ മാമോദീസ മുക്കണം. അവരൊക്കെ വലിയ ആളുകൾ, അവരുടെ മന്ത്രിസഭയാണ് കേന്ദ്രത്തിൽ. വിചാരിച്ചാൽ എന്തും നടക്കും. ഇന്ത്യ ദി ഗ്രേറ്റസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇൻ ദ വേൾഡ് പറയുമ്പോൾ ഗമയുണ്ട്. പക്ഷേ ഈ നാട്ടിൽ എന്നെപ്പോലെ ഒരു സാധാരണ പൗരൻ്റെ നില എന്താണ്? പ്രിയങ്കയുടെ കുട്ടിയെ എൻ്റെ തലയിൽ കെട്ടിവെക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, അതും രഹസ്യമാണ്. നിന്നോടായതുകൊണ്ട് പറയാം. 4 വർഷമായി ക്രിസ്റ്റി ഐസക് എന്ന പേരിൽ നൊബേൽ കമ്മിറ്റിയുടെ മുമ്പാകെ പരിഗണനയിലുണ്ട്. പ്രിയങ്കയ്ക്ക് നല്ല കോളായില്ലേ? ചുളിവിൽ ലോക നിലവാരമുള്ള ഒരു തന്തയെ കൊച്ചിന് അടിച്ചു മാറ്റാം. പ്രിയങ്കയുടെ കാര്യമോർക്കുമ്പോൾ വാസ്തവത്തിൽ സഹതാപമുണ്ട്. ഇങ്ങനെയാണ് കെ.ആർ. മീരയെ പോലെയുള്ള ഒരു എഴുത്തുകാരിയുടെ പുസ്തകത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഒരു MP-യെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വം രൂക്ഷമായ രീതിയിലുള്ള പോരാട്ടം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.